പ്രഫുൽ പ്രകാശ് ഹിംഗെ. ഈ പേര് നമ്മളധികം കേട്ടിട്ടില്ല എന്നല്ല, കേട്ടിട്ടേ ഇല്ല. എന്നാൽ ഇന്ന് IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി തൻ്റെ IPL അരങ്ങേറ്റം കുറിച്ച പ്രഫുൽ പ്രകാശ് ഹിംഗെ എന്ന മീഡിയം പേസ് ബൗളർ അഥവാ ഫാസ്റ്റ് ബൗളർ, പേസ് ബൗളർ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റാണ് വീഴ്ത്തിയത്. അതും രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ IPL സീസണിലെ ഏറ്റവും മികച്ച ടീമിൻ്റെ പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതുള്ള ടീമിൻ്റെ ആദ്യ ഓവറിൽ 3 വിക്കറ്റ്. അതും ആരുടെ? വൈഭവ് സൂര്യവംശി, പിന്നെ ധ്രുവ് ജുറേൽ, പിന്നീട് പ്രിട്ടോറിയസ്. അങ്ങനെ 3 പേരുടെ വിക്കറ്റാണ് പ്രഫുൽ പ്രകാശ് ഹിംഗെ വീഴ്ത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഓവറിൽ അവരുടെ ക്യാപ്റ്റൻ, രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ റയാൻ പരാഗിനെയും അദ്ദേഹം പവലിയനിലേക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ 4 വിക്കറ്റാണ് ആദ്യത്തെ 2 ഓവറിൽ തന്നെ അദ്ദേഹം വീഴ്ത്തിയത്. അപ്പോൾ ഇന്നിങ്സിൻ്റെ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് സൂര്യവംശിയും പ്രിട്ടോറിയസിനെയും ധ്രുവ് ജുറേലിനെയും ഒരുമിച്ച് 3 പേരെ ഡ്രസ്സിംഗ് റൂമിൽ എത്തിക്കണമെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ല. പന്ത് സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്വിങ് ചെയ്യുന്നുണ്ടായിരുന്നു. 135-നും 137 ഇടയിൽ കിലോമീറ്ററിൽ സ്പീഡിലാണ് അയാൾ പന്തെറിഞ്ഞത്. അപ്പോൾ ആരാണ് ഈ പ്രഫുൽ പ്രകാശ് ഹിംഗെ? ഇത് അന്വേഷിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. വിദർഭയ്ക്ക് വേണ്ടിയാണ്, നാഗ്പൂരുകാരനാണ് പ്രഫുൽ ഹിംഗെ. വിദർഭയ്ക്ക് വേണ്ടിയാണ് അയാൾ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നത്. 2024 വിദർഭയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച പ്രഫുൽ ഹിംഗെ ഈ രഞ്ജി ട്രോഫി സീസണിൽ, തൊട്ടു മുമ്പുള്ള രഞ്ജി ട്രോഫി സീസണിൽ 6 കളികളിൽ നിന്നായി 11 ഇന്നിങ്സിലായി 16 വിക്കറ്റാണ് വീഴ്ത്തിയത്. വളരെ പ്രധാനപ്പെട്ട ബൗളറായിരുന്നു. മിക്ക കളികളിലും വിദർഭയ്ക്ക് വേണ്ടി കളിച്ചു. അങ്ങനെ 16 വിക്കറ്റാണ് വീഴ്ത്തിയത്. 2020 ക്രിക്കറ്റിലാവട്ടെ വിദർഭയിലെ പ്രോ ലീഗിലാണ് അയാൾ കളിക്കുന്നത്, അരങ്ങേറ്റം കുറിച്ചത്. അവിടുത്തെ പ്രധാനപ്പെട്ട ടീമിൻ്റെ പ്രധാനപ്പെട്ട ബൗളറായി പ്രഫുൽ പ്രകാശ് ഹിംഗെ ഉണ്ട്. അങ്ങനെ 24 വയസ്സാണ് ഇപ്പോൾ പ്രഫുൽ ഹിംഗെയുടെ പ്രായം. അപ്പോൾ ആ രീതിയിൽ IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഇന്ന് അരങ്ങേറ്റം കുറിച്ച് ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റ് സ്വപ്നതുല്യം എന്ന് പറയണം. കാരണം വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ കഴിഞ്ഞ കളികളിലെല്ലാം അടിച്ച് പറത്തി തകർത്ത്, അതായത് ജസ്പ്രീത് ബുംറയെ ആദ്യ പന്തിൽ 6 അടിച്ചു, ജോഷ് ഹേസൽവുഡിനെ ആദ്യ പന്തിൽ ബൗണ്ടറി അടിച്ചു, 4 അടിച്ചു, ഷാർദുൽ ഠാക്കൂറിനെ ആദ്യ പന്തിൽ 6 അടിച്ചു. അങ്ങനെ ആരൊക്കെയുണ്ടോ അവരെല്ലാം ആദ്യ പന്തിൽ തന്നെ 6 അടിക്കുന്ന വൈഭവ് സൂര്യവംശിയെ 0-ന് പുറത്താക്കി പ്രഫുൽ ഹിംഗെ രണ്ടാമത്തെ പന്തിൽ. അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് രണ്ടാമത്തെ പന്ത് എന്ന് പറഞ്ഞാൽ ജയ്സ്വാൾ അപ്പോൾ റൺ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഭവ് സൂര്യവംശിയെ പ്രകാശ് ഹിംഗെയുടെ ഓവറിൻ്റെ രണ്ടാമത്തെ പന്തിലാണ് വൈഭവ് സൂര്യവംശിയെ ഹിംഗെ പുറത്താക്കുന്നത്. പിന്നീട് ധ്രുവ് ജുറേൽ വന്നു. ധ്രുവ് ജുറേൽ ഗംഭീര ഫോമിലാണ്, അയാളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണ്. ധ്രുവ് ജുറേലും 0. പിന്നീട് വന്ന പ്രിട്ടോറിയസും 0. അങ്ങനെ 3 ഡക്കുകളാക്കിയാണ് 3 പേരെ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പറഞ്ഞു വിട്ട ആദ്യ ഓവറിൽ തന്നെ. സ്വപ്നതുല്യം എന്നൊക്കെ വെറുതെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. എന്തായാലും പ്രഫുൽ പ്രകാശ് ഹിംഗെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദിച്ചു കഴിഞ്ഞു, IPL ഉദിച്ചു കഴിഞ്ഞു. ഇനി അയാളുടെ നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.